കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇതാണോ നിങ്ങളുടെ രാജഗുരുക്കളുടെ നീതിയും ന്യായവും? ജനകരാമവർമ്മേ, ആർക്കാണ് നീതിയും ന്യായവും അറിയില്ലെന്ന് പറഞ്ഞത്? ഞങ്ങളുടെ രാജഗുരുക്കൾക്കോ? കൊട്ടാരം വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് വേണ്ടുന്ന രീതിയിൽ പരിഹാരം നിർദ്ദേശിക്കുന്നത് ഞങ്ങളുടെ രാജഗുരുക്കളാണ്. എന്തിനേറെ പറയണം, രാമന്റെ മോൾ വൈദേഹിക്ക് ദേവനെ വിവാഹം കഴിക്കാൻ മാർഗം പറഞ്ഞു തന്നതും ദോഷനിവൃത്തി ഉണ്ടാക്കി തന്നതുമെല്ലാം ഈ രാജഗുരുക്കൾ തന്നെയാണെന്ന് ഓർക്കണം. വിവാഹ സമയത്ത് വൈദേഹിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പരിഹാരം ശരിയായിരുന്നെങ്കിൽ ഇന്ന് മാളവികയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നതും ശരി മാത്രമാണ്. ഗുരുക്കൾ സത്യം മാത്രമേ പറയൂ. ഗുരുക്കളുടെ വാക്ക് മാത്രമാണ് സത്യം. പരമ്പരാഗതമായി കൊട്ടാരം വീട്ടുകാർക്കെന്നും അനുചരണീയ വാക്കാണ്. മാളവികയും ഈ വീട്ടിലെ മരുമകളായിരിക്കണമെന്നുള്ളത് ആ ദൈവ നിയോഗമാണെങ്കിൽ അത് ഈ ദശരഥ രാമവർമ്മയുടെ തീരുമാനം കൂടിയാണ്. ഇതിനി മറ്റാരുടെയും അഭിപ്രായം സ്വീകാര്യമല്ല. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? മന്ത്രികളാണോ ഇതിനു പിന്നിൽ? അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്താൽ പ്രശ്നം തീരുമല്ലോ. അച്ഛനിങ്ങ് വന്നേ. വാ അച്ഛ, ഞാൻ പറയട്ടെ. വാ. ഷടാ, ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് തെറിച്ചോടിയല്ലോ. ഹലോ മിസ്റ്റർ. എല്ലാവരും കണ്ടം വഴി ഓടിയത് കണ്ടില്ലേ? അജയൻ എന്താ എങ്ങോട്ട് ഓടാൻ തോന്നാത്തത്? ഓ, ഇയാൾക്ക് എങ്ങോട്ടും ഓടാൻ പറ്റില്ലല്ലോ അല്ലേ? എന്നാ ഇവിടെ തന്നെ ഇരുന്ന് തല പുകഞ്ഞ് ആലോചിക്കും. ഹലോ ബേബി, കാലത്ത് വിളിച്ചിരുന്നു തോന്നുന്നു. ഞാൻ എഴുന്നേറ്റില്ലായിരുന്നു ബേബി, സോറി ട്ടോ. ഇറ്റ്സ് ഓക്കെ അങ്കിൾ. ഫോൺ എടുത്തില്ലെങ്കിൽ എന്താ, ചെയ്യാനുള്ളതൊക്കെ അങ്കിൾ ചെയ്തു കഴിഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ മോളെ? നീയല്ലേ ഇപ്പോ വർമ്മയുടെ മരുമോളായി കൊട്ടാരം വീട്ടിൽ കയറി ചെന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യു ആർ റിയലി ഡെയറിങ്, ഡാഷിങ്. നിന്നെ വല്ല പാകിസ്ഥാനിലേക്കോ ചൈനയിലേക്കോ ഗൂഢാലോചന സംഘത്തിന്റെ കൂടെ അയക്കേണ്ടതായിരുന്നു. ചാരപ്പണി മാത്രമല്ല നിനക്ക് വശം, മൊത്തം കുളമാക്കി കൈ കൊടുത്തിട്ടേ വരൂ. അങ്കിൾ, പ്രശംസിച്ചതൊക്കെ മതി. കാലത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് പറയ്. എന്ത് മായ കാണിച്ചിട്ടാ എന്റെ പേര് വരുന്നത് പോലെ അങ്കിളത് മാനേജ് ചെയ്തത്?
എന്ത് മാനേജ് ചെയ്തെന്നാ പറയുന്നേ? ഏത് പേരിന്റെ കാര്യ മോളെ? മനസ്സിലായില്ലല്ലോ. എന്നുവെച്ചാ അങ്കിള് രാവിലെ ഒന്നും ചെയ്തില്ലെന്നാണോ? ഇന്നലെ രാത്രി 2 പെഗ് കൂടുതൽ അടിച്ചു പോയി മോളെ. കണ്ണു തുറന്നിട്ട് അരമണിക്കൂറായില്ല. അങ്കിളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഇതിന്റെ പുറകില്? അങ്ങനെ എന്താ സംഭവിച്ചത്? അറിയില്ലേ അങ്കിളിന്? ഇന്നലെ രാത്രി വരെ വൈദേഹിയുടെ കോൺഫിഡൻസ് കണ്ടപ്പോ എന്റെ പ്ലാൻ എല്ലാം തകർന്നല്ലോന്നോർത്ത് ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. ഇവിടെ ഒരു രാജഗുരുക്കളുണ്ട്. അയാൾ ഇന്ന് തീരുമാനം പറയുന്ന ദിവസമായിരുന്നു. സത്യം മാത്രം പറയുന്ന ഗുരുക്കളാണത്രേ. വൈദേഹിയുടെ പേര് മാത്രമേ പറയൂന്ന് അവൾക്ക് വലിയ കോൺഫിഡൻസ് ആയിരുന്നു. അതങ്ങനെ വരുമെന്നാ ഞാനും കരുതിയത്. അതുകൊണ്ടാ ഞാൻ രാവിലെ വിളിച്ചതും. പക്ഷെ എന്ത് മറിമായാണെന്നറിയില്ല. ദേവന്റെ ഭാര്യയായി എനിക്ക് അവകാശമുണ്ടെന്ന് അതിലെഴുതി അയച്ചിരിക്കുന്നു അങ്കിളെ. അതെയോ? അതെ അങ്കിൾ. ഇവിടെ എല്ലാവർക്കും രാജഗുരുക്കള് ദൈവത്തിന് തുല്യാണത്രേ. വലിയ ദീർഘവീക്ഷണമൊക്കെ ഉള്ള വ്യക്തിയാ. അങ്കിളായിരിക്കും വല്ലതുമൊക്കെ ചെയ്ത് എന്റെ പേര് എഴുതിപ്പിച്ചെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അങ്കിൾ അല്ലെന്ന് പറഞ്ഞ ഗുരുക്കള് തന്നെയാണോ എന്റെ പേര് എഴുതിയത്? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. വേറെ ആരായിരിക്കും അത് ചെയ്തത്? എന്നാ ഞാൻ വെക്കട്ടെ. ആരോ കഥകില് മുട്ടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം. അമ്മായിയായിരുന്നോ? എന്താ അമ്മായി? അകത്തേക്ക് വാ. വാ. നമ്മുടെ രാജഗുരുക്കൾ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ലോ അല്ലേ? മനസ്സിലായി അമ്മായി. ദേവേട്ടന്റെ ഭാര്യാസ്ഥാനം എനിക്കും അവകാശപ്പെട്ടതാണെന്നല്ലേ? എന്ന് പറഞ്ഞ മതിയാവില്ല. ഒരു ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം, അതിനൊരു വഴിയും കാണിച്ചു തന്നിരിക്കുക ഗുരുക്കള്. എന്റെ ആഗ്രഹം നിറവേറ്റി തരൂ. എന്താ അമ്മായി ആഗ്രഹം? ഈ വീടിനൊരു അനന്തരാവകാശി വേണം മോളെ. അടുത്ത വർഷം ഈ സമയത്ത് ഈ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ നീ സമ്മാനിക്കണം. അമ്മായിയുടെ സ്ഥാനത്ത് നിന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രം. നിറവേറ്റി തരൂ മോളെ. ഉറപ്പായിട്ടും ഞാൻ ശ്രമിക്കാം. അതമ്മായിയുടെ ആഗ്രഹം മാത്രമല്ലല്ലോ, എന്റെ കടമയും കൂടിയല്ലേ. ദേവേട്ടനെ പോലെ തന്നെ ഒരു മകനെ ഞാൻ പ്രസവിച്ചു തരും. സന്തോഷായി മോളെ. ഇനി നിനക്ക് വിശേഷായെന്ന് കേൾക്കാൻ ഞാൻ കാതോർത്തിരിക്കും. ഒരു താലി കഴുത്തി കിടക്കുന്നതിൽ എന്ത് കാര്യം? ചെറുപ്പത്തിൽ കിട്ടിയ താലിക്ക് നിയമസാധുത ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാം അവിടെ തീരും. എന്റെ കൂടെ കല്യാണം നടന്നതെന്നുള്ളതിന് യാതൊരു പ്രൂഫും ഇല്ല താനും. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും തെറിക്കാവുന്ന ഒരു പദവിയാ ഇത്. ഇപ്പൊ അമ്മായിയുടെ സപ്പോർട്ടും കൂടെ കിട്ടിയ സ്ഥിതിക്ക് അവരുടെ ആഗ്രഹം കൂടി അങ്ങ് സാധിച്ചു കൊടുത്താ പിന്നെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ മോളെ ഇത്? ഇന്നലെ നീ പറഞ്ഞതുപോലെ അല്ലല്ലോ ഇന്ന് ഇവിടെ നടന്നത്. അച്ഛ ആവേശം കാണിക്കരുത്. പറയുന്നത് കേക്ക്. ആവേശപ്പെടാതെ എന്ത് ചെയ്യണം? എന്റെ നെഞ്ച് നീറുക മോളെ. രാജാവാന്ന് കരുതി വർമ്മ പറയുന്നതെല്ലാം ശരിവെച്ചു കൊടുക്കണോ? ഗുരുക്കളുടെ അയാൾക്കായിരിക്കും വേദവാക്യം. എന്റെ മോളുടെ ജീവിതം പങ്കുവയ്ക്കാൻ ഞാൻ കൂട്ടു നിൽക്കുന്നു കരുതണ്ട. അച്ഛാ, ദേവേട്ടന്റെ അച്ഛനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അയാളുടെ സ്ഥാനത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാ അയാൾ അത്രയും തോന്നിയവാസം എഴുന്നള്ളിച്ചിട്ടും ഞാൻ മിണ്ടാതിരുന്നത്. എന്ന് കരുതി എന്റെ മോളുടെ ജീവിതം നശിക്കുന്നത് നോക്കി നിൽക്കാൻ എന്നെ കിട്ടില്ല. അച്ഛാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഒരു ഭാര്യയുള്ളപ്പോ മറ്റൊരുത്തിയെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്നോ? ഇത് എത്ര വലിയ കുറ്റാണെന്ന് അറിയാമോ നിനക്ക്? അല്ലെങ്കിൽ തന്നെ ബാല്യവിവാഹം അസാധുവാ, നിയമവിരുദ്ധമാണത്. നീതിന്യായവും പറയാൻ ഈ നാട്ടിൽ വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ. അതുമല്ലെങ്കിൽ നേരെ കോടതിയെ സമീപിക്കും. പക്ഷെ ഞാനത് വിടുമെന്ന് കരുതണ്ട. അങ്ങനെയൊന്നും പറയില്ലേ അച്ഛാ. അത്രയും കടന്ന് ചിന്തിക്കാൻ വേണ്ടി യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ആദ്യം അച്ഛനൊന്ന് കേക്ക്. ഇവിടുത്തെ രാജഗുരുക്കളെ ദൈവത്തിന് തുല്യമായിട്ട് ഇവിടെയുള്ള എല്ലാവരും കാണുന്നത്. ആ രാജഗുരുക്കളെ അവഹേളിക്കുന്ന രീതിയിൽ അച്ഛൻ സംസാരിച്ചത് സഹിക്കാൻ പറ്റാത്തോണ്ട് ദേവേട്ടന്റെ അച്ഛനോട് ദേഷ്യപ്പെട്ടത്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല മോളെ. എന്നെ എന്തും പറഞ്ഞോട്ടെ, വേണമെങ്കിൽ 2 തല്ലിക്കോട്ടെ, സ്വീകരിച്ചോളാം. പക്ഷെ എന്റെ മോളോട് അനീതി കാണിക്കാതിരുന്നാ മതി. അത് ഞാൻ അനുവദിക്കില്ല. അച്ഛാ,
അച്ഛന്റെ മോളെ വിശ്വാസമല്ലേ? എനിക്കൊന്നും സംഭവിക്കില്ല അച്ഛ. എനിക്കറിയാം അച്ഛ, ഈ മാളവിക ശാന്താദേവി അമ്മയുടെ മോളല്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരില്ലേ? അവളവരുടെ മോളല്ലെങ്കിൽ രാജഗുരുക്കൾ എന്തിനങ്ങനെ എഴുതണം? അതാ അച്ഛ എനിക്ക് മനസ്സിലാവാത്തെ. എവിടെയോ എന്തോ പാകപ്പിഴയുണ്ട്. അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അച്ഛൻ വീട്ടിൽ പൊയ്ക്കോ. ഇവിടെ നിന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വഴക്കാവും. ഇത് ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകാനാ മോളെ? എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അച്ഛ? ഇതൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മയും മാധവനും അവിടെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അച്ഛൻ അവരെ ചെന്ന് സമാധാനിപ്പിക്കാം. ഇവിടെ നിക്കണ്ട അച്ഛ. ഇളയവൾ എന്റെ വാക്കുകൾ അനുസരിക്കാതെ എങ്ങോട്ട് പോയി ജീവിതം നശിപ്പിച്ചു. നീയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴാ ഇങ്ങനെ എങ്ങും നടക്കാത്തൊരു പ്രശ്നം ഉണ്ടായത്. അച്ഛൻ വിഷമിക്കരുത്. ഇതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? അച്ഛൻ വിഷമിക്കുന്നത് കാണാൻ എനിക്കാവില്ല. കരയില്ല അച്ഛ, കരയരുത്. എന്താ മോനെ ഇതൊക്കെ? ഇവിടെ നടക്കുന്നതൊക്കെ ന്യായമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവളെ ഏൽപ്പിച്ചത്. എന്നിട്ട് നീ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ എങ്ങനെയാ? ദേവേട്ടന് മാത്രം അച്ഛനൊന്നും പറയരുത്. നിങ്ങളെ എല്ലാവരെക്കാളും കൂടുതൽ ഇക്കാര്യത്തിൽ വിഷമിക്കുന്നത് ദേവേട്ടനാ. എനിക്കറിയാം. ഒന്നും പറയാൻ പറ്റാതെ, ആരുടെയും നേരെ വിരൽ ചൂണ്ടാനാവാതെ, ആരോടും എതിർത്ത് പറയാനും കഴിയാതെ എല്ലാം മനസ്സിലൊതുക്കി നിൽക്കുക. ഞാൻ ഇറങ്ങാം മോനെ. എന്റെ മോളെ നോക്കിക്കോണം. അവൾക്ക് അന്യായം നടക്കാതെ നോക്കണം. നിന്നെ വിശ്വസിച്ച ഞാൻ പോകുന്നേ. പോവുക മോളെ. എവിടെയാ തെറ്റുപറ്റിയത്? ഇതിന്റെ പുറകിൽ ആരുടെ കൈകളാണ്? അതാരായാലും കണ്ടുപിടിക്കണം. വല്യമ്മേ, ഇപ്പൊ വല്യമ്മയ്ക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ? എനിക്ക് മനസ്സിലാവും വല്യമ്മേ. എല്ലാം വല്യമ്മ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നില്ലേ? ഇപ്പൊ സന്തോഷമായില്ലേ? അത് മതി വല്യമ്മേ. ഞാനും ആഗ്രഹിച്ചു ഇത് തന്നെയാ. വല്യമ്മയുടെ സന്തോഷം എനിക്ക് വലുത്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വല്യമ്മ, പിന്നെ എന്താ വരണേ? ഏയ് ഒന്നുമില്ല. 1-2 അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നേ. കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ. ഒരു കാരണവശാലും ഈ കാര്യം മറ്റൊരു ചെവി അറിയരുത്. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടെ വല്യമ്മേ. ഞാൻ സൂക്ഷിച്ചോളാന്നേ. എന്നോടൊപ്പം ഈ സത്യം എന്നേക്കുമായി മണ്ണടിയുന്നല്ലാതെ ഇരു ചെവി ഇത് അറിയില്ല. എന്നാ ഞാൻ പോട്ടെ വല്യമ്മേ. ഈ സത്യം പൊന്മുട്ടയിടുന്ന താറാവാണ് വല്യമ്മേ. ദിവസവും 1 മുട്ട വെച്ച് കിട്ടിയാ മതി. അല്ലാതെ ഒരിക്കലും ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല.
ഡ്രൈവറെ ഒന്ന് വണ്ടി നിർത്തിയേ. ആരോ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയ പോലെ ഉണ്ടല്ലോ. ഈശ്വരാ. അതെ, ആരാ? എന്താ ഉണ്ടായേ? എഴുന്നേക്ക്. ആരും ഇല്ല. എഴുന്നേക്കൂ, കണ്ണു തുറക്കൂ. ഈശ്വരാ. നന്ദിയുണ്ട് സ്വാമിജി. ഇങ്ങനെ അസുഖമുള്ളവരെ ഒറ്റയ്ക്ക് നടക്കാനേ പാടില്ല. എപ്പോഴും ആരെങ്കിലും ഒക്കെ കൂടെ കൂട്ടിക്കൊള്ളാം. ശരി സ്വാമിജി. എന്നാ പതുക്കെ എഴുന്നേറ്റുള്ളൂ. ആരെങ്കിലും കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ നീ കാറിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നല്ലോ. ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ എന്റെ പണി എങ്ങനെ നടക്കുവായിരുന്നാ കള്ള സ്വാമി? ഓക്കെ അല്ലേ സാറേ? കാര്യം കഴിയല്ലേ അല്ലേ? ഓക്കെ, താങ്ക്സ് സാറേ. മാളവികയുടെ പേരെഴുതിയ കടലാസ് ഗുരുക്കളുടെ കടലാസിന് പകരം വെക്കാൻ വല്യമ്മ തന്നെയല്ല എന്നോട് പറഞ്ഞത്. അതാണ് ഞാൻ ചെയ്തത്. ഗുരുക്കള് പറഞ്ഞതുപോലെയായി വല്യമ്മയുടെ ആഗ്രഹവും നടന്നു. ഈ കളവ് നിലനിൽക്കുന്നിടത്തോളം എന്റെ കാട്ടിൽ എന്നും മഴയാ. ഈ സത്യം പുറത്തു വരാണ്ടിരിക്കേണ്ടത് വല്യമ്മയുടെ ആവശ്യം. ആ ആവശ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാനാണ് ഇവിടുത്തെ രാജകുമാരൻ. വരുൺ, എവിടെ പോയിട്ട് വരിക? എന്തെവിടെ പോയിട്ട് വരാന്ന്? ഞാൻ എങ്ങോട്ടേക്കും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേ. വീട്ടിലുണ്ടായിരുന്നെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നീ എന്നോട് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ വരുൺ. അത് പിന്നെ അല്ല, ഞാനെന്തോ ഒളിപ്പിക്കാനാ? അതിന് ഇന്നേ വരെ ഊർമിളയുടെ അടുത്ത് നിന്ന് ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാ? ഒരിക്കലുമില്ല. ആ പറഞ്ഞത് സത്യമാണെങ്കിൽ നിനക്ക് കൊള്ളാം. പക്ഷെ ഞാനറിയാതെ എന്തെങ്കിലും ചെയ്തിട്ട് വല്ല വിവരക്കേടും കാണിച്ചു കൂട്ടിയാ ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇനി കഥ ആവർത്തിക്കാൻ നോക്കിയാ നിന്നെ രക്ഷിക്കാൻ ദൈവം പോലും വരില്ല. ഇപ്പൊ എനിക്ക് വല്യമ്മ സപ്പോർട്ട് ഉണ്ടല്ലോ. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, എനിക്കറിയാം ഊർമിളെ, നിന്നോട് പറയാതെ ഞാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നീയൊന്നും വിശ്വസിക്കൂ. ആസ്തി നിന്റെ കൈകളിലായതിനു ശേഷം നമുക്ക് ആലോചിക്കാം. നിന്റെ കൈകളിൽ എന്നെ തരണോന്നും നിനക്ക് കൂട്ടു നിൽക്കണോന്നും. അതുവരെ ഇങ്ങനെ മതി. നിന്റെ താളത്തിനൊത്ത് മാത്രം ഞാൻ തുള്ളണോ അല്ലേ? അതിന് എന്നെ കിട്ടില്ല. അതുകൊണ്ടല്ലേ ഗുരുക്കളുടെ കത്ത് മാറ്റിയ കാര്യമൊക്കെ നിന്നോട് പറയാതിരുന്നത്. നിന്നോട് പറഞ്ഞാ നീ അപ്പൊ തന്നെ ചാടാൻ തുടങ്ങും. എല്ലാവരോടും ഇത് പറയുകയും ചെയ്യും. പിന്നെ വല്യമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൊന്മുട്ട വീഴും? കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇതാണ് രാജഗുരുക്കൾ എഴുതിയ ഒറിജിനൽ കത്ത്. എന്തായാലും കളയുന്നില്ല. നാളെ പ്രയോജനപ്പെട്ടാലോ? ഞാനിത് സൂക്ഷിച്ചു വെക്കാൻ പോവാ. അവസരം വരുമ്പോ ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കാം. ശാന്താദേവിയുടെ മകൾ മാളവികയ്ക്കും ദേവന്റെ ഭാര്യയായി ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. ഗുരുക്കൾ അങ്ങനെ എഴുതാൻ യാതൊരു സാധ്യതയില്ല. ഏകപത്നി വ്രതനായിരിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മാളവികയെ ദേവേട്ടന്റെ ഭാര്യയാക്കണമെന്ന് ഒരിക്കലും ഉപദേശിക്കില്ല. എവിടെയോ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്.
കൊട്ടാരം വീട്ടിലെ മരുമകൾ. നല്ല പദവിയായിരുന്നു. കൈയെ കിട്ടിയത് വായിലാകാൻ പറ്റിയില്ലല്ലേ. പോട്ടെ. പാവം, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എല്ലാം പൊളിഞ്ഞ് പാളീസായില്ലേ. വല്ലാതെ കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് തല മൊത്തം ചൂട് പിടിച്ചിരിക്കുമായിരിക്കുമല്ലോ. കൂളായിട്ടൊരു ജ്യൂസ് കുടിക്കുന്നോ? ഓ, എച്ചിലായത് കൊണ്ടാണോ? എച്ചില് കുടിക്കില്ലല്ലേ? വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത വിഷമത്തില് ഇപ്പൊ തൊണ്ടേന്നൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരിക്കും. സാരില്ല, ഞാൻ തന്നെ കുടിച്ചോളാം. സൂപ്പർ. അതിരിക്കട്ടെ, ഇന്നലെ നീ എന്താ പറഞ്ഞേ? ഇന്ന് നേരം വെളുക്കുന്നതോടെ എന്റെ ചാപ്റ്റർ ക്ലോസ്, വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ എന്നെ തല്ലി പുറത്താക്കുമെന്നല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ഞാനിപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പാവം, നിന്റെ സ്വപ്നങ്ങളാ പടക്കം പോലെ പൊട്ടി തകർന്നു പോയത്. എവിടെയോ എന്തൊക്കെയോ കളികളുണ്ട്. അല്ലായിരുന്നെങ്കിൽ കാപ്പട്ടിക്കാരിയുടെ നാടകത്തിന് രാജകുരുക്കള് ബലിയാടാകില്ലായിരുന്നു. അധികം വൈകാതെ ഞാനത് എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കും. ഒന്നും പിടിക്കാൻ പോകുന്നില്ല. ഇനി അതിമോഹം വേണ്ട. രാജമുദ്രയോട് കൂടിയ കടലാസിൽ എഴുതിയ കത്തിലാണ് ഗുരുക്കൾ എന്റെ പേരെഴുതി കൊടുത്തു വിട്ടത്. അതൊരൊന്നൊന്നര വിലയുള്ള കത്താണ്. അതിനെ മറികടക്കുന്നത് അത്ര എളുപ്പമല്ല. ഞാൻ കാപട്യക്കാരിയാണെന്ന് എന്തൊക്കെ തെളിവുകൾ നീ ഇനി നിരത്തിയാലും ഒരു പ്രയോജനമില്ല. അതിലെഴുതിയത് എന്താണെന്ന് നിനക്കറിയാലോ. എവിടെ നിന്റെ വാഗുണ്ടെന്ന് പറഞ്ഞ കേക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം, നീ കേട്ടോ. ശാന്താദേവിയുടെ മകൾ മാളവികയ്ക്കും ദേവന്റെ ഭാര്യസ്ഥാനം അവകാശപ്പെട്ടതാണ്. ആഹാ, കേൾക്കുമ്പോ തന്നെ എന്തൊരു സുഖാണെന്നോ. സ്വപ്നത്തിൽ പോലും അത് നടക്കാൻ പോകുന്നില്ല. എന്റെ ഭർത്താവിന്റെ ഭാര്യസ്ഥാനം മോഹിക്കുന്നത് അവിടെ നിൽക്കട്ടെ. ദേവേട്ടന്റെ നിഴല് പോലും നിനക്ക് തൊടാനാവില്ല. ഓൾറെഡി ഫുൾ റൈറ്റ്സ് ഹോൾഡറാണ് മോളെ. ഇനി നീ ആരാടി എനിക്ക് പെർമിഷൻ തരാൻ? ഏതോ ജന്മം ചെയ്ത പുണ്യം കൊണ്ട് കുറച്ചു കാലം ദേവേട്ടന്റെ ഭാര്യയായി കഴിഞ്ഞു. അല്ലായിരുന്നെങ്കി എനിക്ക് പകരം ബാഗും പാക്ക് ചെയ്ത് നീ ഇപ്പൊ ഇവിടെ സ്ഥലം വിടേണ്ടി വന്നേനെ. അതെങ്ങനെയെന്നായിരിക്കും ചിന്തിക്കുന്നത്. ആ കടലാസില് മാളവികയ്ക്കും ദേവന്റെ ഭാര്യാസ്ഥാനം അവകാശപ്പെട്ടതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനു പകരം മാളവികയ്ക്കും മാത്രമേ ദേവന്റെ ഭാര്യസ്ഥാനത്തിന് അവകാശമുള്ളൂ എന്ന് ഗുരുക്കൾ എഴുതിയിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇവിടെ നിൽക്കില്ലായിരുന്നു. ആലോചിക്കുമ്പോ തന്നെ മുട്ട പൂട്ടിയിടിക്കുന്നുണ്ടല്ലേ വൈദേഹി. അതുകൊണ്ട് മോളിനി എന്നെ ഒഴിവാക്കാമെന്നുള്ള ചിന്ത പാടെ അങ്ങ് മറന്നേക്ക്. പകരം ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനം ഉണ്ടല്ലോ, അത് കളഞ്ഞു കുളിക്കാതെ നോക്കിക്കോട്ടോ. അതാ നിനക്ക് നല്ലത്. ഇത്രയും കാലം ഞാൻ ദേവേട്ടന്റെ സഹതാപം എങ്ങനെ പിടിച്ചു പറ്റാം, എങ്ങനെ ഭാര്യാസ്ഥാനം കൈക്കലാക്കാം എന്നൊക്കെയാ ചിന്തിച്ചിരുന്നത്. ഇനിയിപ്പോ അതിന്റെ ഒന്നും കാര്യമില്ല. അധികാരം കൈവശപ്പെടുത്തി കഴിഞ്ഞു.